ഗായ്സ് അങ്ങനെ 4ാമത്തെ ദിവസമായി. ഇന്നാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോണത് അല്ലേ? ആൾക്ക് തീരെ വയ്യാതെ എന്നിട്ടത് ഫീൽ ചെയ്യണേ പറഞ്ഞിടത്തെ തൊണ്ടവേന, ചുമ. ഇത് 3 ദിവസം ഉണ്ടായില്ല. ഇന്നലെ രാത്രി തൊട്ടിട്ടല്ലേ? ഇന്നലെ രാത്രി തൊട്ടിട്ടാണ് ഈ പ്രയാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വന്നത് ട്രെയിനിൽ തന്നെയാണ്. അപ്പോൾ അതൊന്നും വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ചൂടും പിന്നെ ഒരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നല്ല മൂഡുണ്ട്. തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ എങ്ങനെയാണ് യാത്ര ചെയ്യണത്, എന്തൊക്കെയാണ് കഴിക്കണത് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഹൈദരാബാദിനോട് ഞങ്ങൾ വിട പറയുകയാണ്. 3 ദിവസം നല്ല എൻജോയ് ചെയ്തു അല്ലേ? ഏറ്റവും ഇഷ്ടമായത് പോയതിൽ? റാമോജി ഫിലിം സിറ്റി. എല്ലാവർക്കും അത് തന്നെയാണ് ആദ്യം ഇഷ്ടമായത്. റാമോജി ഫിലിം സിറ്റി ഇഷ്ടമായി. പിന്നെ ബോട്ടിൽ യാത്ര ചെയ്തു, അപ്പോൾ അത് ഇഷ്ടമായി. പിന്നെ എന്തുണ്ടായിരുന്നല്ലോ, കുറേ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഫുഡ് ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ഫുഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കയറി ഹോട്ടലിൽ തീർന്നു ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ബാവറച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിനാണ്. പക്ഷെ അതത്ര ഉണ്ട്. ഞങ്ങൾ കഴിച്ച ഫുഡിന്റെ അത്ര എനിക്ക് അങ്ങനെ തോന്നിയില്ല. കുറച്ച് സോൾട്ട് കൂടുതലായിട്ട് തോന്നി. ഇവിടെ എല്ലാ ഫുഡിനും ഉപ്പ് കൂടുതലാ. പിന്നെ ചില സാമ്പാറിലാണോ എന്തെങ്കിലും ഷുഗർ ഉള്ള പോലെ മൊത്തത്തിലൊരു ഷുഗർ കളിയുണ്ട്, സാൾട്ടിൻ്റെ ഇതുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് ടെമ്പോ ട്രാവലർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ടാണ് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. ഇപ്പോൾ 2 മണിക്കാണ് ട്രെയിൻ. എന്നിട്ട് നമ്മൾ നാളെ ഇനി അവിടെ എത്തുള്ളൂ. നാളെ ഈ ഒരു സമയമാകുമ്പോൾ, ഉച്ച കഴിയും. എന്നിട്ട് നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനുള്ള സാഹചര്യമൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഇപ്പോഴും യാതൊരുവിധ ഐഡിയയും ഇല്ല എങ്ങനെയാണ് ലോങ് വീഡിയോസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് പറ്റണ പോലെ ഞങ്ങൾ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങൾ പറയണത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ അറിയുള്ളൂ. ഞങ്ങൾ അത് മെല്ലെ മെല്ലെ നോക്കാം, പക്ഷെ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോവും. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു തോന്നുന്നുണ്ട്. വണ്ടി വന്നു വിളിക്കട്ടാ. അപ്പോൾ ഞങ്ങൾ ബാക്കി അതിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മളിത് ട്രാവലറിൽ കയറിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യമാണ്. പക്ഷെ നമ്മളുടെ സ്നേഹമുള്ള ആൾക്കാരായിട്ട് അത് പറഞ്ഞു തരാറ് അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മളെന്തായാലും ക്യാമറ കാണുമ്പോൾ നമ്മൾ എന്തായാലും കോൺഷ്യസ് ആവും. ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കണേ എന്നുള്ള സംഭവം വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കിടന്ന ഈ സാധാ പറയണ പോലെ തൊള്ള പൊളിക്കണ പോലെ നമുക്ക് തൊള്ള പൊളിക്കാൻ പറ്റണില്ല. ഇനി നമുക്ക് തുടക്കക്കാരെല്ലാവരും നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ തുടക്കമൊക്കെ തന്നെയാണ്. അവരും സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ മെല്ലെ മെല്ലെ സെറ്റാവും വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ തുടക്കക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കും ഇപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് നാച്ചുറലായിട്ട് സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളിനി എന്താ പറയുക, പറഞ്ഞ് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാവും. നമ്മളിപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോസൊക്കെ അല്ലേ ഇടുന്നത്. നമ്മളിതുപോലെ പറയണില്ല അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ശരിയാവും. ഈ ട്രെയിനിലൂടെ എത്തിയിട്ട് കാണിച്ചു തരാം ഏതാ ട്രെയിൻ എങ്ങനെ പോകണമെന്നൊക്കെ. ഓക്കെ, ഞങ്ങൾ ട്രെയിനിൽ അങ്ങനെ കയറി ഗായ്സ്. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മമ്മി കോൾ, ഡാഡി കോൾ. ചേട്ടാ അവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡ് എന്നല്ല, സ്നാക്സ് കുറച്ച് കഴിച്ചു. ഇനി നമ്മൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് നമുക്ക് ട്രെയിനിൽ നിന്ന് വരും. ഹലോ മമ്മി. അപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ ഞങ്ങൾ കഴിക്കും. അത് ചുണ്ടത്തേക്ക് നോക്കൂ, പപ്സ്. നമ്മുടെ ട്രെയിൻ 2:20 പക്ഷേ നമ്മൾ 11:45 എത്തി. ഇത്ര നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1:06 ഇനിയും ഇരിക്കണം. എത്ര മണിക്കൂർ? 1.5 മണിക്കൂർ അല്ലേ? വയ്യ. അപ്പം അത്രയും ടൈം നമ്മൾക്ക് ഇരിക്കണം. അത് നമുക്ക് കൊച്ചു വർത്താനം പറഞ്ഞിരുന്നാലോ? കൊച്ചു വർത്താനം പറയണം അവരോട്. പറയാണ്ടേ കൊച്ചു വർത്താനം പറയാൻ. മുട്ട ബിരിയാണി,
ഗൈസ് മുട്ട ബിരിയാണി ഉണ്ടല്ലോ, വായ വെക്കാൻ കൊള്ളത്തില്ല, ആകെ ഉപ്പാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ചല്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ പൊതിച്ചോറായിരുന്നു കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് ചപ്പാത്തി ബീഫ് കറി. ഇവിടെ ചോദിച്ചോക്കട്ടാ, വെജ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കുഴപ്പമില്ല, അവന് പിന്നെ എന്തും പോവും. മുട്ട ബിരിയാണി എനിക്ക് ഇഷ്ടമായില്ല, റൈസ് ഇഷ്ടമായില്ല. ഈ മുട്ട കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. മമ്മിക്ക് ഇഷ്ടമായ ഹായ്. കുറച്ച് സൗണ്ടിൽ പറഞ്ഞോട്ടോ, എന്നാലും ഇവർക്ക് കേൾക്കുള്ളൂ. ഇപ്പൊ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഹൈദരാബാദിൽ? അത് കഴിഞ്ഞാല് മ്യൂസിയം. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഫുഡ്? ഓക്കെ. പിന്നെ നിന്ന ഹോട്ടല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ചേട്ടാ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഹൈദരാബാദില്? പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇനിയൊരു ചാൻസ് കൂടി കിട്ടിയ ഹൈദരാബാദിലേക്ക് വരുമോ? സത്യം പറയും. മമ്മിക്കോ? ശരിക്കും ഒന്നുകൂടി കാണാല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നേരത്തെ പറഞ്ഞു, ഇനി ഇഷ്ടപ്പെട്ട ഭക്ഷണം? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കഴിച്ച നല്ല നല്ല ഇഷ്ടമായിട്ട് കൂടുതലും ഓവറാക്കി കഴിച്ചതാണ്. നമുക്കത് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ഒരു മന്തി റൈസ് ഒക്കെ പറയാം. മന്തി റൈസിന്റെ നമ്മുടെ നാട്ടിലത്തെ മന്തിയുടെ ആ ഒരു പാറ്റേണാണ് അതിന്റെ റൈസ്. സാധാ ബിരിയാണിയുടെ ചെറിയ പരിയല്ല, അതുകൊണ്ടാവാം നല്ല കൊള്ളാം. മസാലയും എല്ലാ കാര്യങ്ങളും അടിപൊളിയായി. ഇപ്പോ തുടങ്ങി എന്താ പറയാ, പറയണ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇവര് എത്ര കൊണ്ട് മണിക്ക് അന്താക്ഷരി തുടങ്ങിയതാണ്. ഇപ്പോ ഡാഡിപ്പും അപ്പിയും തമ്മിലാണ് ഏറ്റുമുട്ടല്. ഇത്ര സമയമായിട്ട് രണ്ടുപേരും കേൾപ്പിക്കുന്നില്ല. സമയം എത്രയായി? 10:49. 10:49. എന്നിട്ടും ഇവിടെ ആർക്കും ഉറങ്ങാനായിട്ടില്ല. നല്ല ക്ഷീണുണ്ട്, എന്നാലും വിട്ടുകൊടുക്കില്ല. കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ ഇന്നുവരെ വന്നില്ലാരും വാ